ഹല്ലേലൂയ. പിമ്പന്മാർ മുൻപന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്ന കർത്താവ്. യെശയ്യാ പ്രവചനത്തിൽ 43-ാം അധ്യായം 15ഉം 16ഉം തിരുലിഖിതങ്ങൾ. ഇസ്രായേലിന്റെ രാജാവും നിങ്ങളുടെ സ്രഷ്ടാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ദൈവവചനത്തിന് മുമ്പിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പലരുടെയും ജീവിതം കണ്ണുനീരിൽ കുതിർന്ന ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയായിരിക്കാം. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് C.E. ജോർജ്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും യാക്കോബായ സുറിയാനി സഭാംഗങ്ങളാണ്. ചെന്നൈയിൽ ആവടി എന്ന സ്ഥലത്തെ സ്ഥിര താമസക്കാരാണ് ഞങ്ങൾ. കുടുംബമായി ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ നിരന്തര പ്രേക്ഷകരാണ്. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വലിയ ആത്മീയ ഉണർവും അഭിഷേകങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. 20/6/2010 അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രേരണയാൽ ഹൃദയത്തിൽ തളം കെട്ടിക്കിടന്നിരുന്ന വലിയൊരു ദുഃഖം ദൈവസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ചു. ദൈവമേ, എൻ്റെ കുടുംബത്തെ സന്തോഷത്തിലേക്ക് നയിക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കാര്യം, എനിക്ക് 2 മൺമക്കൾക്ക് ശേഷം ദൈവം തന്ന ഞങ്ങളുടെ ഏക മകൻ, അവൻ വിവാഹശേഷം ഭാര്യയുമൊത്ത് മാതാപിതാക്കളായ ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ താമസിച്ചു വരികയായിരുന്നു. 2 ആൺകുഞ്ഞുങ്ങളെയും ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ ഇരിക്കവേ ഞങ്ങളുടെ മരുമകൾ അവളുടെ മാതാപിതാക്കളുടെ അറിവോടെ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ് 2 പ്രാവശ്യം കുഞ്ഞുങ്ങളുമായി അവളുടെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുകയുണ്ടായി. ഓരോ പ്രാവശ്യവും ഓരോ വർഷത്തിലധികം ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ് താമസിച്ചു. ഈ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും മനം നൊന്ത് വേദനിക്കുകയായിരുന്നു. മകനും മകന്റെ ജീവിത പങ്കാളിയും അവരുടെ കുടുംബജീവിതം സന്തോഷപൂർണ്ണമാകണമേ എന്ന് ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. 2010 ജൂൺ തൊട്ട് എല്ലാ ആഴ്ചയിലും അഭിഷേകാഗ്നി പ്രോഗ്രാം സമയത്ത് ഈ ഹൃദയവേദന ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അപ്രതീക്ഷിതമായി മകൾ കുഞ്ഞുങ്ങളുമായി മടങ്ങി വന്ന് ഇന്നിതാ സന്തോഷത്തോടു കൂടെ അവർ കുടുംബജീവിതം നയിക്കുകയാണ്. എല്ലാം കാണുകയും കേൾക്കുകയും ഹൃദയത്തിലെ നിരൂപണങ്ങൾ ശോധന ചെയ്യുകയും സത്യാവസ്ഥ അറിയുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം അവിടുന്ന് ഞങ്ങളുടെ പ്രത്യാശയാണ്. അവിടുന്ന് ഈ അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. 24/8/2010 ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ട ദിവസമാണ്. ഹല്ലേലൂയ. ആ ഒരു വലിയ സന്തോഷം അവരിതാ എഴുതി അറിയിച്ചിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് C. ജോർജ് ചേട്ടൻ എഴുതി അറിയിക്കുകയാണ്. 2010 ജൂൺ മാസത്തിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇത് കരഞ്ഞ് പ്രാർത്ഥിച്ച അന്ന് തൊട്ട് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെയുള്ള എല്ലാ പ്രോഗ്രാമിലും അവര് ഈ ഒരു കാര്യം കരഞ്ഞ് അഭിഷേകാഗ്നി സമയത്ത് സമർപ്പിച്ച് 2 മാസത്തെ പ്രാർത്ഥന ദൈവസന്നിധി അത്ഭുതങ്ങൾക്ക് കാരണമായി. ആ കുടുംബത്തിൽ വലിയ സമാധാനവും ശാന്തിയും ദൈവം കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18ഉം 19ഉം തിരുലിഖിതങ്ങൾ. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. എന്റെ ദൈവമായ കർത്താവ് എന്നെ ഉന്നതങ്ങളിലൂടെ നടത്തുന്നു. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. മകനെ, മകളെ, ഈ നിമിഷം ഹൃദയത്തിന്റെ വേദനകളും ജീവിതത്തിന്റെ കണ്ണുനീരും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നീ ഒന്ന് നിലവിളിക്കുമെങ്കിൽ
നീ ഒന്ന് ദൈവത്തിന്റെ ഹൃദയം തുറക്കുമെങ്കിൽ ഇത് അത്ഭുതങ്ങളുടെ നിമിഷമാണ്. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, എല്ലാ ദുഃഖഭാരങ്ങളിലേക്ക് ഇടപെടണമേ, കണ്ണുനീരിലേക്ക് ഇടപെടണമേ. ഓ പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്റെ ദൈവം എനിക്കായി ജീവിപ്പതിനാ. തുറന്നിടും അവൻ പുതുവാതിലുകൾ എന്റെ ദൈവം അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. നീ എന്നെ അനുഗ്രഹിച്ച് അതിരുകൾ വിസ്താരമാക്കി. ഇടപെടണമേ. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. എന്നെ കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കണ്ണുനീരിലും വലിയ ദുഃഖഭാരങ്ങളിലും മനോവിഷമങ്ങളിലും വലിയ ഭാരത്തോടെ യേശുവോടെ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ദൈവികമായ ആശ്വാസം, ഒരു വിടുതൽ, ഒരു അഭിഷേകം ഇപ്പോൾ അവിടുന്ന് ദാനമായി നൽകണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഉന്നതമായ ശക്തി, ആത്മാവിന്റെ അത്യത്ഭുത ശക്തി, വിടുതൽ ശക്തി എല്ലാ ദുഃഖപ്പെടലുകൾക്കും വ്യാപരിക്കട്ടെ. അന്ധകാരത്തിന്റെ കോടകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. എല്ലാ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും തകർച്ചയുടെയും പരാജയത്തിന്റെയും കടബാധ്യതയുടെയും ആധിപത്യങ്ങളും എല്ലാ തരത്തിലുള്ള ദുഷ്പ്രഭുത്വങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് പെരുവെള്ളത്തിൽ പാത വെട്ടുന്നവൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം. നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. ഞാൻ അവരുടെ നേരെ എന്റെ കൈ ഓങ്ങും. കർത്താവിന്റെ മഹത്വം എന്നെ നിങ്ങളെ കവർച്ച ചെയ്തവരുടെ അടുക്കലേക്ക് അയച്ചു. എന്നിട്ട് ദൈവം വെളിപ്പെടുത്തുകയാണ്, നിങ്ങളെ സ്പർശിക്കുന്നവൻ എന്റെ കണ്ണിനുള്ളിലെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. അവരുടെ നേരെ എന്റെ കൈ ഞാൻ ഉയർത്തും. ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം ബാബിലോൺ പ്രവാസത്തിലെ ഒരു രംഗമാണ്. ദൈവത്തിന്റെ ജനം, ദൈവത്തിന് പ്രിയപ്പെട്ടവരായ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, അവരെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. കഴുകൻ തന്റെ ചിറകുകളിൽ കുഞ്ഞുങ്ങളെ സംവഹിക്കുന്നത് പോലെ ദൈവം തന്റെ മക്കളെ സംവഹിച്ച് ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിൽ കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ച്, അവർ വെട്ടാത്ത വഴികളും അവർ കുഴിക്കാത്ത കിണറുകളും അവിടെ വെക്കാത്ത വീടുകളെല്ലാം ദൈവം അവർക്ക് കൊടുത്ത്, പാറയിൽ നിന്നുള്ള തേനും വിശിഷ്ടതരം ഗോതമ്പും കൊണ്ട് അവരെ തീറ്റിപ്പോറ്റി. അങ്ങനെ ദൈവം അവരെ വളർത്തിക്കൊണ്ട് വന്നു. എന്നാൽ സമൃദ്ധിയുടെ നടുവിൽ അവർ ദൈവത്തെ മറന്നു. അവർ പ്രാർത്ഥന ഉപേക്ഷിച്ചു. അവർ ദൈവവചനം ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനം ബാബിലോൺ ദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. ശത്രുക്കളുടെ പീഡനത്തിന് അവർ ഇരയായി. കൽദായ ദേശത്ത് അവർ ഇന്ന് അടിമകളായി താമസിക്കുകയാണ്.
അവരുടെ പ്രതാപം പോയി, അവരുടെ അഹങ്കാരം തകർന്നു, അവരുടെ ഹൃദയം എളിമപ്പെട്ടു. അവരിതാ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിക്കുകയാണ്. അവരുടെ വേദന സങ്കീർത്തന പുസ്തകത്തിൽ 137 അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നുണ്ട്. ബാബിലോൺ നദികളുടെ തീരത്ത് ഇരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവർ പറയുകയാണ്, ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന്. അപ്പോൾ കൽദായ നാട്ടിലുള്ള നിരവധി നദികളുടെ തീരത്തിരുന്ന്, ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. പണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നടന്ന നാളുകൾ, പണ്ട് ദൈവവചനം പാലിച്ചു നടന്ന ആളുകൾ, പണ്ട് ദൈവം കുഞ്ഞുങ്ങളെ കഴുകൻ തന്നെ ചിറകളിൽ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചുകൊണ്ട നാളുകൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്ന നാളുകൾ, പ്രവാചകന്മാർ നയിച്ച നാളുകൾ, ദൈവത്തിന്റെ ദാസന്മാരുടെ സ്വരം കേട്ടുകൊണ്ടിരുന്ന നാളുകൾ, ആ നാളുകളെല്ലാം ഇവർ ഓർക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ നാളുകൾ, ദൈവാനുഭവത്തിന്റെ നാളുകൾ, അതെല്ലാം അവർ ഓർത്ത് ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് ദീനദീനം പൊട്ടി കരയുകയാണ്, വിങ്ങി വിങ്ങി വിലപിക്കുകയാണ്. വീണ്ടും 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു, ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. നോക്ക് ഈ ജനത്തിന്റെ ഗതികേട്. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാനും സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് മഹത്വം നൽകാനും അത് വില കുറഞ്ഞ ഏർപ്പാടായി ചിന്തിച്ച ജനം, അതിന് സമയം കണ്ടെത്താൻ പറ്റാത്ത ജനം, ദൈവാരാധന ഉപേക്ഷിച്ച ജനം, ദൈവിക കാര്യങ്ങൾ വ്യാപരിക്കുന്ന നാണക്കേറായി കരുതിയ ജനം ഇന്ന് അടിമകളായി കൽദായ നാട്ടിൽ പോയി ആ ജനങ്ങളുടെ കാൽ കീഴിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആ കൽദായര്, ആ ജനങ്ങള് ഇവരോട് പറയാണ്, നിങ്ങളുടെ നാട്ടിലെ പാട്ടുകൾ പാടി ഞങ്ങളെ രസിപ്പിക്കുവിൻ. അതുപോലെ ഇവർ അടിമയായി മാറിയിരിക്കുകയാണ്. വലിയ വലിയ പ്രഭുക്കന്മാരും വലിയ വലിയ ധനാഢ്യന്മാരെല്ലാം ഇപ്പോൾ കൽദായരുടെ കാൽ കീഴിലിരുന്ന് സിയോനിലെ പാട്ടുകൾ പാടി അവരെ ആനന്ദിപ്പിക്കാൻ അവർ അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ വേദന നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നല്ല പവിഴത്തെ പോലെ തുടുത്തവരും പാലിനെ പോലെ നിർമ്മലനുമായിരുന്ന പ്രഭുക്കന്മാരാണ് ഇപ്പോൾ എങ്ങനെ ഇരുന്ന് പാടേണ്ടത്. അവര് വേദനയോടെ ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് കരഞ്ഞു. അവരുടെ കിന്നരങ്ങൾ അലരി വൃക്ഷങ്ങളിൽ തൂക്കിയിട്ട്, ആ കിന്നരങ്ങളൊക്കെ പാട്ടുപാടാനും ദൈവത്തെ ആരാധിക്കാനും വേണ്ടി ദൈവം കൊടുത്തതാണ്. സങ്കീർത്തനങ്ങൾ ആലപിക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാണ്. സമൃദ്ധിയുടെ കാലത്ത് സങ്കീർത്തനങ്ങൾ ആലപിക്കാനും ദൈവസ്തുതികൾ ആലപിക്കാനും നാണം കെട്ട ജനം ഇന്ന് നാണം കെട്ടിരുന്ന് പാട്ടുപാടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് 4-ാമത്തെ വാക്യം: വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ പാട്ട് പാടും? അവർ പൊട്ടിക്കരഞ്ഞോട് ചോദിക്കുകയാണ്. അടിമകളായി വിദേശത്ത് ശത്രുക്കളുടെ കാൽ കീഴിലിരുന്നിട്ട് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ സ്തുതിഗീതികൾ ആലപിക്കും? ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ പാട്ട് പാടും? ഞങ്ങൾ എങ്ങനെ ഗീതികൾ ആലപിക്കും? അവർ വേദനയോടെ ചോദിക്കുകയാണ്. ഇങ്ങനെ പൊട്ടി തകരുന്നൊരു ജനമാണിത്. അങ്ങനെ മനം തകർന്നു കിടക്കുന്ന ഒരു ജനമാണിത്. ഇനി എന്ന് ഇവർക്ക് മോചനം അറിയാൻ പാടില്ല. ആരിവരെ രക്ഷിക്കും അറിയാൻ പാടില്ല. നേതാക്കന്മാരില്ലാത്ത ജനം, ഭരണകൂടം ഇല്ലാത്ത ജനം, ഛിന്ന ഭിന്നമാക്കപ്പെട്ട ജനം, പ്രവാസികളായി കഴിയുന്ന അടിമത്തത്തിന്റെ ജനം. ദൈവത്തിന് ഇവരെ കുറിച്ചുള്ള മനോഭാവം എന്താണ്? ഒരു നാൾ ദൈവം ഇവരെ സ്നേഹിച്ച് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കാൻ വേണ്ടി എൻ്റെ ഈ വചനങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ശരിക്കും ഈ വചനങ്ങളെല്ലാം കൊടുത്ത് ശരിക്കും ഒരു കൈക്കുഞ്ഞിനെ എന്ന പോലെ, ധാത്രി തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ പരിചരിച്ച് വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ പൊന്നോമന ജനം എല്ലാം കിട്ടിയപ്പോൾ, ഇറച്ചി എല്ലാം കുത്തുന്ന കാലം വന്നപ്പോൾ എല്ലാം മറന്ന് നെകളിച്ച് നടന്ന് അങ്ങനെ സകലത് നശിച്ച് തിന്മ കൂത്താടി അങ്ങനെ അന്ധകാരത്തിന്റെ പിടിയിലമർന്ന് തകർന്ന് നശിച്ച് ഇന്ന് ബാബിലോൺ നദി തീരത്തിരുന്ന് കരയുകയാണ്. തകർച്ചയുടെ ഓരങ്ങളിലിരുന്ന് കരയുകയാണ്. അപമാനത്തിന്റെ നിന്ദനത്തിന്റെയും വഴികളിലിരുന്ന് വേദനിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന് ഇവരെ കുറിച്ചുള്ള മനോഭാവം എന്ത്? അതാണ് നമ്മുടെ ചിന്താ വിഷയം. 137-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ ഹൃദയം തുടിച്ച് കർത്താവ് പറയുകയാണ്, ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലത് കൈ എന്നെ മറക്കട്ടെ. ജെറുസലേമേ, എന്റെ ജെറുസലേമേ, ഓ ജെറൂസലം ജെറൂസലം, എന്റെ ജെറൂസലേമേ. ആ വിളി തന്നെ നോക്ക്, വാത്സല്യം നിറഞ്ഞ വിളി. കാര്യം നന്ദികേട് കാണിച്ച്
നിന്ന കാണിച്ച്, നഗളം കാണിച്ച്, താൻപോരിമാഭാവം കാണിച്ച്, ഒരു വ്യക്തി പറഞ്ഞതുപോലെ as the monkey goes up, its bottom becomes more clear. ഈ ഒരു അനുഭവത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങളുടെ മുഖമല്ല, നിങ്ങളുടെ പൃഷ്ഠമാണ് എന്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ടും ആ ജനം പിന്തിരിഞ്ഞില്ല. ഇന്ന് തകർന്നു കിടക്കുകയാണ്. പക്ഷെ ദൈവം ഇതൊന്നും കൂട്ടാക്കുന്നില്ല. ദൈവം ഇതൊന്നും മനസ്സിൽ വെക്കുന്നില്ല. ദൈവം പറയുകയാണ്, ജെറുസലേമേ, ജെറുസലേമേ, ഓ എന്റെ ജെറുസലേമേ. പണ്ട് ദാവീദ് മകനെ ഓർത്ത് കരഞ്ഞ പോലെ, അബ്സലോം, അബ്സലോം, എന്റെ മകനെ, എന്റെ മകനെ, എന്റെ മകനെ, അബ്സലോമേ എന്ന് പറഞ്ഞതുപോലെ ദൈവം വാത്സല്യത്തോടെ ജെറുസലേമിനെ വിളിക്കാണ്. ഓ ജെറുസലം, ജെറുസലം, എന്റെ ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലത് കൈ എന്നെ മറക്കട്ടെ. അത്രമാത്രം തകരുന്ന തൻ്റെ പ്രിയജനത്തോട് ദൈവത്തിന് ഓർമ്മയുണ്ട്. തൻ്റെ ജനത്തിന്റെ തകർച്ച, തൻ്റെ ജനം അനുഭവിക്കുന്ന വേദന ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏൽക്കുന്ന വേദനയാണ്. അതുകൊണ്ട് അവർ അവിശ്വസ്തരായിരുന്നാലും, അവർ തിന്മയിൽ വ്യാപരിച്ചാലും, അവർക്ക് വരുന്ന ഓരോ തകർച്ചയും ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം വേദനയായി അനുഭവിക്കുകയാണ്. അത്യധികം വാത്സല്യത്തോടെ ദൈവം തന്റെ പ്രിയ ജെറുസലേമിനെ ഓർക്കുകയാണ്. അതാണ് സക്കറിയ 2:8 വായിച്ചത്, നിന്നെ സ്പർശിക്കുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. അവിവേകം കാണിച്ച്, നിന്ന കാണിച്ച് പോയി. പക്ഷെ ദൈവം ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ദൈവം ഒരിക്കലും അവരെ തള്ളിക്കളയുന്നില്ല. ദൈവം വീണ്ടും സ്നേഹത്തോടെ അവരെ വാരിപ്പുണരുകയാണ്. ഒരിക്കൽ കൂടെ ദൈവം അവർക്ക് ഭാവിയും പ്രത്യാശയും നൽകുകയാണ്. അതാണ് യെശയ്യാ 43:15-16 വായിച്ചത്, ഇസ്രായേലിന്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. മക്കബായ 2-ാം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഒരുപക്ഷെ ഇത് നാം കടബാധിതർ ഞെരുക്കത്തിനും തകരുകയായിരിക്കാം. ഒരുപക്ഷെ ഇത് നാം വലിയ തരത്തിൽ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാതെ പോലെ അനാഥത്വം അനുഭവിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് കുടുംബം മുഴുവൻ തകർന്നിരിക്കുന്ന സാഹചര്യമാകാം. മുന്നോട്ട് നിങ്ങൾ നിവൃത്തിയില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. ആ അന്ധകാരത്തിൽ വന്ന് ദൈവം എന്നെ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മിക്കായുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം, എന്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ കുറിച്ച് ആഹ്ലാദിക്കണ്ട. ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും എന്റെ കർത്താവ് എന്റെ പ്രകാശമായിരിക്കും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ അനുഭവം എഴുതി അറിയിച്ചിരിക്കുന്നത്. ഞാൻ ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. 5-8 വർഷത്തിലധികമായി കഠിനമായ അൾസർ വന്ന് തകർന്നൊരു ജീവിതമായിരുന്നു എൻ്റെത്. ഞാൻ ഇവിടെയുള്ള പ്രമുഖമായ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ബയോപ്സി ചെയ്തപ്പോഴാണ് ഇത് കഠിനമായ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നതെന്ന് മനസ്സിലായത്. ഇത് തീർത്തും മാറുകയില്ലെന്നും ആയുഷ്കാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരുമെന്നും അവര് പറഞ്ഞു. ഒരു നേരം പോലും മരുന്ന് മുടക്കാൻ പാടില്ലെന്നും കർശനമായി നിർദ്ദേശിച്ചു. ഏതാണ്ട് 2 വർഷത്തോളം ഞാൻ തുടർച്ചയായി മരുന്ന് കഴിച്ചു. കുറവില്ലാതെ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് പോയി മറ്റൊരു പ്രമുഖമായ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരും മരുന്ന് തന്നു. ഏതാണ്ട് 1 വർഷത്തോളം ആ മരുന്നുകളും കഴിച്ചു. എന്നാൽ എൻ്റെ രോഗം കൂടുകയല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസം 10-15 തവണ എൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് നിമിത്തം എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ലാതെയായി, ഒരു ഫംഗ്ഷൻ പോകാൻ പറ്റാതെയായി. വീട്ടുതടങ്ങളിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞുകൂടി. ഞാൻ മാനസികമായി തകർന്നു. അവസാനം എറണാകുളത്തുള്ള മറ്റൊരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അവരും മരുന്നുകൾ തന്നു, ഞാൻ വീണ്ടും കഴിച്ചു. എന്നാൽ എൻ്റെ രോഗം വീണ്ടും കഠിനമായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അവിടുന്നും 1 വർഷത്തിലധികം മരുന്നുകൾ കഴിച്ചു, ബയോപ്സിക്ക് അയച്ചു. ഇതെല്ലാം കൂടി വന്നപ്പോൾ ഞാൻ മാനസികമായി അങ്ങേയറ്റം നിരാശനായി. ഇനി ജീവിക്കണ്ട, മരിച്ചാ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2010 കോട്ടയം അഭിഷേകാഗ്നി കൺവെൻഷൻ സെഗിയോൺ ടീം നടത്താൻ വേണ്ടി എത്തിയത്. ഞാനും കുടുംബാംഗങ്ങളും എല്ലാ ദിവസവും പങ്കെടുത്ത് ഈ വേദനയിൽ, ഈ തകർച്ചയിൽ മനം നൊന്ത് ദൈവത്തെ വിളിച്ചു. 3-ാം ദിവസം ക്ഷമയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഓരോരുത്തരോടും, വേദനിപ്പിച്ച ഓരോരുത്തരോടും ക്ഷമിക്കണമെന്നുള്ള ദൈവവചനം കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിക്കുകയും ഞാൻ വേദനിപ്പിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എളിമപ്പെട്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തു.
അങ്ങനെ ആ ആരാധനയിൽ യേശുവിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വയറ്റിലേക്ക് ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടു. സ്റ്റേജിൽ നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടായി, വർഷങ്ങളായി ഉദരപീഡയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ രോഗം പിന്നെ എന്നെ അലട്ടിയിട്ടില്ല. എനിക്കൊരു വേദനയും തോന്നുന്നില്ല. ഇന്ന് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് 8-9 വർഷം ഈ സഹോദരൻ ഈ തകർച്ചയെ കടന്ന് നരകിക്കുകയായിരുന്നു. എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പോകാവുന്ന പേരുകെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയി. ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പെരുവെള്ളത്തിൽ പാത വെട്ടുന്നവനായ കർത്താവ്, സമുദ്രത്തിൽ വഴിയൊരുക്കുന്നവനായ കർത്താവ് ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് കരഞ്ഞപ്പോ, ജെറൂസലേമേ ജെറൂസലേമേ, നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലത് കൈ എന്നെ മറക്കട്ടെ. അതുപോലെ തന്റെ സ്നേഹം തകർന്നവരോട് കാണിക്കുന്ന സർവശക്തനായ ദൈവം ആ തകർച്ചയിൽ ആ മകന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. ആ മകന്റെ വെറുപ്പിന്റെ മേഖലയുടെ കെട്ടുകൾ അഴിച്ചു, രോഗം സുഖപ്പെടുത്തി. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ സർവശക്തന് സന്നിധിയിലേക്ക് ഉയർത്താം. എന്റെ ഹൃദയത്തിന് നെടുവീർപ്പുകളെ അറിയുന്നവനാണ്. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ കിന്നരങ്ങൾ തൂക്കിയിട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞ ആ ജനത്തിന്റെ നെടുവീർപ്പുകള്, ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ ദൈവം ബാബിലോണിൽ നിന്ന് ആ ജനത്തെ സ്വാതന്ത്ര്യത്തിന്റെ നാട്ടിലേക്ക് തന്റെ ദൂതന്മാരിലൂടെ അതിശയകരമായി നയിച്ചു. ഏത് അടിമത്തമാണ് എന്ന്, കടബാധ്യതയാകട്ടെ, രോഗപീഠയാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, നീ ഇന്ന് തകരുന്ന മനോവേദന എന്താണ്? അതിന്റെ നടുവിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ രക്ഷയുടെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹൃദയത്തിന്റെ വേദന അറിയുന്നവനെ, ഓ ആത്മാവിന്റെ നെടുവീർപ്പുകളെ വിവേചിക്കുന്നവനെ, ഇടപെടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമല്ല. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമല്ല. അവനെ നോക്കിയോ ശോഭിതരാ, അവരോ ഒരു നാളും ലജ്ജിക്കില്ല. അവനെ നോക്കിയോ ശോഭിതരാ, അവരോ ഒരു നാളും ലജ്ജിക്കില്ല. പ്രാർത്ഥിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെ ഇരുന്ന് അനന്തം എനിക്ക് വ്യസനമത്തിരാത്ത വണ്ണം കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും അനുഗ്രഹിക്കണമേ കർത്താവേ. എന്നെ കാത്തിടേണമെന്നും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല ഹല ഹല. ഓ ദൈവമേ, തകർന്ന കുടുംബങ്ങളിലേക്ക്, തകരുന്ന ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതത്തിന്റെ കരങ്ങളെ ഇപ്പോൾ നീട്ടണമേ. അത്ഭുതങ്ങളുടെ കരങ്ങൾ ഇപ്പോൾ നീട്ടണമേ കർത്താവേ. തകർച്ചയെന്ന് കൈപിടിച്ച് ഉയർത്തുന്നവനെ, കുടുംബങ്ങൾക്ക് ഇപ്പോൾ അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. കവാടം തുറക്കും രക്ഷാ
ബൈബിളിലെ ദൈവം തകരുന്ന ഓരോ മകന്റെയും മകളുടെയും വേദനകളെ തൊട്ടറിയുന്ന ദൈവമാണ്. അടിമത്തത്തിലും തകർച്ചയിലും കണ്ണുനീരിലുമായിരുന്ന ജനത്തെ ജെറുസലേമേ ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ, ഇതുപോലെ വാത്സല്യത്തോടെ വിളിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. രണ്ട് കരങ്ങളും നമുക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് ഓരോ തിന്മയുടെ ആധിപത്യങ്ങളും തകരാൻ വേണ്ടി ഇതാ ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായി കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വഴക്കും കലഹങ്ങളും ഛിന്നഭിന്നമായി പോകട്ടെ. കുടുംബങ്ങളുടെ പരാജയം ആഗ്രഹിച്ച് ഓരോ കുടുംബങ്ങളിലും അന്ധകാരത്തിൻ്റെ പീഡകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തകർച്ചയുടെയും പരാജയത്തിൻ്റെയും എല്ലാ ഉപദ്രവകരമായ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കൃഷിനാശങ്ങൾ വിട്ടുമാറി പോകട്ടെ. പകർച്ചവ്യാധികളുടെ ആധിപത്യങ്ങൾ തകരട്ടെ. മാരക രോഗങ്ങളും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പരാജയങ്ങളും കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധി തെളിയട്ടെ. ഓ ദൈവമേ, എത്ര ചികിത്സിച്ചിട്ടും എന്താണ് ഈ രോഗമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ നിഗൂഢ രോഗത്തിന്റെ പിടിയിൽ വേദന അനുഭവിക്കുന്ന ഓരോ മകനും മകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. സ്വസ്തിയും കീർത്തിയും ശക്തിയും